72 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 കൊല്ലം പോലെ അവിടെ അവസാനിക്കുകയാണ്. മണ്ണിട്ട് മൂടുകയാണ്. അവരാരെന്ന് ഇപ്പോൾ പോലും ഇപ്പോൾ നമ്മൾ മറ്റേ കള്ളക്കടത്ത് മറ്റേ ഇതിൻ്റെ ഒക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഇത്. നമസ്കാരം. അപ്പോൾ ഒരുപാട് എനിക്കും വളരെ സങ്കടമുണ്ട്. കാരണം ഞാനും ഇതേ തടി ഫീൽഡാണ്. പക്ഷെ വണ്ടി ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ ആ ഒരു വിഷമം അറിയാം. ഇപ്പം എന്ത് കാര്യം ഇത്രയും നിങ്ങൾ ഇന്ന് 72 ദിവസമായി അല്ലേ? അതെ. ഇന്ന് 72 ദിവസം നിങ്ങൾ അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട്, മനാഫൊക്കെ ആയാലും അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, മുബിൻ പോയത്. അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ കുറച്ച് ദിവസം ഞാൻ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ വണ്ടി എടുത്തു. അതെ, ഒരുപാട് പേര് നിങ്ങൾ ചന്ദനക്കടത്ത് കടത്തുന്നു, അത് കടന്നു, ഇത് കടന്നു, ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. എന്താണ് പൊതുവേ അത് നിങ്ങൾക്ക് അറിയാലോ, മരക്കച്ചവടക്കാർക്ക് ചീത്തപ്പേര് സഹജ ആണ്. ആ ഒരു ബിസിനസ്സിനെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കാണുക, അത് നോക്കണ്ട. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ വകയിലല്ല. ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അന്തരീക്ഷം ഉണ്ടാക്കി, ഒരു എന്താണ് മതസൗഹാർദ്ദ അന്തരീക്ഷം നമ്മൾ ഈ ഒരു വിഷയത്തിലൂടെ ഉണ്ടാക്കി. ഒരു കൂട്ടായ ഒരു പ്രയത്നം മലയാളികളെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിൻ്റെ ഒരു വിജയമാണ് ഈ കാണുന്നത്. ഇതൊരു എന്താ പറയുക, ശരിക്കും സ്മാരകമാക്കി വെക്കണം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് ഏത് പാതാളത്തിൽ നമ്മൾ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഉറച്ച ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ആ പാതാളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ ആളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ് ഈ കാണുന്നത്. ഇത് വേറൊരു പ്രതീകമാണ്. ഒരു കുടുംബം ആത്മഹത്യ ചെയ്ത് പോകേണ്ടടുന്ന് കഴിച്ചിലായതാ. അല്ലെങ്കിൽ ഒരു കുടുംബനാഥന് മെൻ്റലായി പോകേണ്ടടുന്ന് കഴിച്ചിലാക്കിയത്. അല്ലെങ്കിൽ ഇന്നലെ അത് സംഭവിക്കുന്നു. ഇന്നലെ ഡഡ്ജർ പോകാൻ വിചാരിച്ചതേനു. ആ ഡഡ്ജർ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഇവിടെ തന്നെ ഉണ്ടാവുകയും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം നൽകിയൊരു ദിവസം ഇന്നലെ. എൻ്റെ ഒരു നീണ്ട കാത്തിരിപ്പ്. 72 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ പ്രകാരം വളരെ ചെറുതാണ്. പക്ഷെ അത് ആ 72 ദിവസം എന്ന് പറഞ്ഞാൽ 72 കൊല്ലം പോലെ എനിക്ക് തോന്നിയത്. ഒരേ ചോദ്യം, അർജുൻ എവിടെ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ട് എന്താ പറയുക, അത്രമാത്രം മാനസികമായിട്ട് ഞാൻ തകർന്നു പോയി. ആ ചോദ്യം എന്നോട് തന്നെ 1000 ലക്ഷപ്രാവശ്യം ചോദിക്കണേ. ഞാൻ പല പ്രാവശ്യം ഒറ്റയ്ക്ക് വന്ന് ഇവിടെ നിന്ന് ചോദിച്ചിരിക്കണ്, അർജുനെ എവിടാന്ന്. കുറച്ച് ബുദ്ധിമുട്ടിച്ച് അർജുനൻ. എന്നാലും ഈ വണ്ടിനെ സ്നേഹിച്ച ആള് വണ്ടി തിരിച്ച് സ്നേഹിച്ച് അർജുനെ. കാരണം എല്ലാവരും പറഞ്ഞ എല്ലേ കിട്ടുള്ളൂ, എല്ലും കിട്ടൂല എന്ന് വരെ പറഞ്ഞ് ഒക്കെ തെറ്റി. ഈ വിഷയത്തിൽ എന്ത് ശാസ്ത്രം അതേമാതിരി എല്ലാ സംവിധാനവും തെറ്റി. പല ടെക്നോളജിയും തെറ്റിപ്പോയി. ആ ടെക്നോളജിനെ കവച്ച് വെച്ചു ഈ ഒരു വിഷയം. ഇനി ഒരുപാട് പുരോഗമനം വരേണ്ടതുണ്ട്. മെന്റാലിറ്റി സത്യമായിട്ടും നമ്മൾ ഈ കേരള സമൂഹത്തിനോട് ഇവിടെ കാണിച്ചു കൊടുക്കണം. ഓരോ പീസും പീസാക്കി ഇട്ടിക്കണേ. കട്ടർ ഉപയോഗിച്ചിട്ട് പീസാക്കിയിട്ടുണ്ട്. ഇതേ ആളുകള് അത്ഭുതം കാണിച്ചു ചെയ്തിക്കണ്. ആ ഇവിടെ വന്ന റെസ്ക്യൂവിന്റെ ടീം വയനാട്ടിൽ അത്ഭുതം കാണിച്ചതുകൊണ്ട് ചില്ലറക്കാരല്ല. അതിനുശേഷം അത്ഭുതം കാണിച്ച ആൾക്കാരാ, ചില്ലറക്കാരല്ല ഇനി വന്നതൊന്നും. എല്ലാ എക്യുപ്മെന്റ്സും എടുത്ത് വന്നതിനും ഇത് ഇങ്ങനത്തെ എന്താണ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ 72 ദിവസമായിട്ട് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഊണുമില്ല ഉറക്കമില്ലാണ്ട് ഒരു പുഴവക്കത്തിരിക്കുന്ന ഒരു മനാഫിനെയാണ് നമ്മൾ കണ്ടത്. ഊണുമില്ല ഉറക്കമില്ലാണ്ട്. അതായത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ ജീവിച്ചിരിക്കുന്ന സമയത്തിൽ പുണ്യം ചെയ്തതിൻ്റെ ഇതാണ് ഈ അർജുനു വേണ്ടി ഇവിടെ മനാഫ് കാത്തിരിക്കേണ്ടി വന്നത്. പല ഭേദഭാവങ്ങളിലൂടെയുള്ള ചില ആൾക്കാരുടെ ഇത് നമ്മളെ ഈ ചാനലിലൂടെ പലതും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ മുറിച്ച് കളയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അതങ്ങനെയാണ് ഇങ്ങനെയാണ് മനാഫിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ പല രൂപത്തിൽ മനാഫ് ഇത് കടത്തുകയായിരുന്നു, അർജുനെ കൊന്നു, അല്ലെങ്കിൽ അർജുനൻ വേറെ സ്ഥലത്തുണ്ട്, ബോംബെയിൽ എവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ചില കളവ് പറഞ്ഞു വരുത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ
കണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ. ഇന്നലെ ആ ഡ്രഡ്ജറിൽ നിന്ന് അത് പൊക്കിയെടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ നിമിഷം ഇതുവരെ ചാനലുകൾ പറഞ്ഞത് അവിടെ അവസാനിക്കുകയാണ്, മണ്ണിട്ട് മൂടുകയാണ്. അവരാരെന്ന് പോലും ഇപ്പോൾ നമ്മൾ അന്വേഷിക്കാത്ത അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത്. അല്ലേ, അതെ, മാളത്തിൽ ഒളിച്ചു. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യത്വത്തിൻ്റെ ശരിയായ അതിൻ്റെ ഒരു പർവ്വതം തന്നെയാണ് നമ്മളിവിടെ മനാഫിലൂടെ നമ്മൾ കണ്ടത്. മനാഫിൽ നിന്ന് ഈ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഈ പുതിയ സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരെ ജോലി ചെയ്തിട്ട് നിൽക്കണ ആൾക്കാരാണ്. എനിക്കും പേഴ്സണലായിട്ട് മനാഫിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്നുവെച്ചാൽ ഒരു തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മനസാവാച കർമ്മണ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല, ആ ഒരു തൊഴിലാളിക്ക് വേണ്ടി ഇത്രയും നിന്നൊരു വ്യക്തി, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അർജുനൻ്റെ എന്നാണ് സംഭവിച്ചത്, അത് നാച്ചുറൽ കലാമിറ്റിയാണോ മറ്റു രൂപത്തിൽ നിന്നുള്ളതല്ല, അവിടെ സംഭവം നടന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ ഒരു വർക്കർ ഇവിടെ ഈ ലോകത്തിൽ നിന്ന് കാണാതാവുന്ന അവസ്ഥ, മിസ്സിംഗ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് കിട്ടുമോ ഇല്ലെന്നറിയില്ല. ആ സമയങ്ങളിൽ ഇതിൻ്റെ ഈ പുഴയുടെ ഹൈറ്റ് ഭയങ്കര ഹൈറ്റിലുള്ള ഇതാണ്. അപ്പോൾ ആഴം കൂടുതലാണ് സത്യം പറഞ്ഞാൽ പറയാം. മനുഷ്യത്വത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു എന്ന് വെച്ചാൽ പറഞ്ഞാൽ ദൈവം ശരിക്ക് മനാഫിലൂടെ ഇറങ്ങി വന്നിട്ട് ഇവിടെ നിർത്തി അർജുനനെ അവിടെ നിന്ന് എടുക്കുകയാണ് കൊണ്ടുപോകാൻ. ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഷാജാൻക്ക എനിക്കൊരു എല്ലും കഷ്ണം മാത്രം മതി, അതെങ്കിലും കൊണ്ടുപോയിട്ട് എനിക്ക് അർജുൻ്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്നാണ് മനാഫ് പറഞ്ഞിരുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞങ്ങൾ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും മനാഫ് പറഞ്ഞത്, അമ്മേ എൻ്റെ പ്രതീക്ഷ എനിക്ക് കിട്ടുന്നുള്ള ഇതാണ്, എനിക്ക് കിട്ടും, അർജുനെ കിട്ടും എനിക്ക്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഗഡബഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തിക്കും തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. ഡ്രഡ്ജർ വന്നിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കണം. അമ്മ അവിടെ ഇരുന്നിട്ട് പലരും സംസാരിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ മറ്റു പ്രശ്നങ്ങളില്ലാതെ നോക്കണം. അങ്ങനെ പ്രശ്നങ്ങളില്ലാണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നേരായ രൂപത്തിൽ മനാഫിന് നിന്ന് സംസാരിക്കാനും മനാഫ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇന്ന സ്ഥലത്തുണ്ടാവും അവിടെ നിന്ന് കിട്ടും എന്നുള്ള നിശ്ചയദാർഢ്യം പുറത്തേക്ക് പറയാനൊക്കെ മനാഫിനെ ഇതാക്കിയത് അത് തന്നെയാണ്. ആ മനുഷ്യത്വം അത് അവിടെ ആരാണ് എന്താണെന്നല്ല അല്ല, മനുഷ്യത്വത്തിൻ്റെ ഒരു വലിയ മലയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് മനാഫിലൂടെ ഈ ലോകത്തിന് വിളിച്ച് കാണിച്ചു കൊടുത്തത്. മനാഫ് സത്യം പറഞ്ഞാൽ മനാഫിനെ അനുകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇനി ഉണ്ടാവും, ഇതുവരെ ഇല്ലെങ്കിൽ തന്നെ ഒക്കെ നടന്നിട്ടുണ്ട് ഇതുവരെ. ഇപ്പം ഈ പറഞ്ഞ ഈ 72 ദിവസം കൊണ്ട് വായിക്ക് പറഞ്ഞാൽ അർജുൻ്റെ ബോഡി കിട്ടുന്നതോട് കൂടിയിട്ട് താഴത്തെ തട്ടിൽ ഇനിയും മനുഷ്യത്വം ഇല്ലാത്ത ആളുകൾ ഒരുപാട് ജീവിച്ചിരിക്കുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം ഇന്നലെ ഇവിടെ കണ്ടതും ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം. അതെ, അല്ല നമുക്കത് കാര്യങ്ങൾ ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല എന്തുകൊണ്ട് മനാഫ് ഇവിടെ വന്ന് നിൽക്കേണ്ട ദിവസം. ഒരു മുതലാളിമാരും ചെയ്യാത്തൊരു ഇതിലാണ്. എന്താണ് ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു അർപ്പണം. എനിക്ക് വേണ്ടി, അതായത് മനാഫിന് അന്നം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെ ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരും എടുത്തില്ല എന്ന് വിചാരിച്ചോ, ഒരുപാട് നമുക്കറിയാം. ഇവിടെ ഞങ്ങൾ മണ്ണടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ വോട്ട് കമ്പനിയിലേക്കൊക്കെ മണ്ണടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഡ്രൈ ആയ സമയങ്ങളിലാണ്, മാർച്ച് ഏപ്രിൽ മെയ് സമയങ്ങളിലാണ് മണ്ണടിക്കാൻ പോവുക. നമുക്കറിയാം വെള്ളം വറ്റിയിട്ടുണ്ടാവും. വറ്റണ സമയത്ത് നമുക്കൊരു ലോറി കാണാം, അതിൻ്റെ ഉള്ളിൽ കുറച്ച് അസ്ഥികൂടം കാണാൻ പറ്റും. ഇതിനുണ്ടാവുക സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ മെൻറ്റാലിറ്റിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മെൻറ്റാലിറ്റിയും കർണാടകത്തിൻ്റെ മെൻറ്റാലിറ്റിയും വലിയ വ്യത്യാസമുണ്ട്. നമ്മളവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കൂടുന്ന പോലെ ഇവിടെ അത് കൂടൂല. അവർക്ക് വിവരവും വിദ്യാഭ്യാസം ഇല്ലാണ്ടല്ല, അവർ അതേ രൂപത്തിൽ എന്താ ചെയ്യുക, ഒരു കൾട്ടിവേഷൻ നടത്താനോ അല്ലെങ്കിൽ അതേ രൂപത്തിൽ ഉണ്ടാക്കാനോ ഇവിടുത്തെ പഴയ തലമുറ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. നമുക്കൊക്കെ ഭാഗ്യം കിട്ടിയത് എന്താണ്, പഴയ തലമുറ മുതൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓടി വരുന്ന, അറ്റ്ലീസ്റ്റ് ഓടി വന്നിട്ട് എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ട്. പക്ഷേ കർണാടകത്തിൽ ചിലപ്പോൾ അത് സംഭവിക്കാറില്ല. എന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ പോകണതാണ്. എല്ലാം നമുക്ക് നമ്മളെ സ്റ്റേറ്റായിട്ട് തന്നെ നമ്മൾ മറ്റ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യരുത്. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് കൊല്ലങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം വളരെ ആത്മാർത്ഥമുള്ള ജനങ്ങളാണ് ഈ കർണാടകത്തിലുള്ളത്, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ പ്ലസ് ഓർ മൈനസ് ഒക്കെ സംഭവിച്ചു പോകും. അതിപ്പോൾ കേരളത്തിലും സംഭവിച്ചില്ല, എത്രയോ പ്ലസ് ഓർ മൈനസ്. പക്ഷേ അതൊക്കെ ഇഷ്യൂ ആക്കിയിട്ടാണ് ഇവിടെ സ്റ്റേറ്റ് തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി, മറ്റേ കള്ളക്കടത്ത് മറ്റേ ഇതിൻ്റെയൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി. അങ്ങനെയൊക്കെയാണ് ഇത് ഒരാളിതിന് മെനക്കെട്ടിട്ട് ഇനിയിപ്പോൾ ഡ്രഡ്ജർ ഗവൺമെൻറ് കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം അങ്കോളയിൽ ചുറ്റും മനാഫിനെ കാണുമ്പോൾ മനാഫ് പറഞ്ഞത്, എൻ്റെ ഒരാളുണ്ട് ഷാജാൻക്ക, ഒരാളുണ്ട് മലപ്പുറത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് ഇങ്ങോട്ട്, അയാളെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം.
എന്ന് പറഞ്ഞിട്ട് അയാളെ കയ്യിൽ ഡ്രഡ്ജർ ഉണ്ട്. ഇടയ്ക്കൊരു വീഡിയോയിൽ കണ്ടു. ഒരു വന്നതാണ്. അപ്പോൾ അതൊക്കെ സംഭവിച്ചു. അപ്പോൾ അതിലൊക്കെ നമുക്ക് ബോഡി കിട്ടുന്നതോടുകൂടിയിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളും ഈ പറഞ്ഞ വിഷപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിനൊക്കെ അറുതി ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്ത പ്രൊസീജിയറുകൾ? ഇപ്പോൾ ഇതുവരെ പ്രൊസീജിയർ ഇനി DNA ടെസ്റ്റ് കഴിയണം, റിസൾട്ട് വരണം. 2 ദിവസം എടുക്കും. അപ്പോൾ ആ 2 ദിവസം നമ്മളിവിടെ ജഗന്നാഥൻ്റെ ലോകേഷിൻ്റെ ഫാമിലിനെ തെരയണയിൽ കൂടി നിൽക്കുകയാണ്. അതിന് മുൻകൈ എടുത്തിട്ട് പ്രവർത്തിക്കുകയാണ്. ജഗന്നാഥൻ്റെ മോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് ഒരിതും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരുന്നു. അതിനുള്ള പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈശ്വർ മൽപ്പനോട് വന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാത്തിക്കാണ്. അതൊന്ന് ഏർപ്പാടാക്കി കൊടുത്തിട്ട് വേണം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ. 4 പെണ്ണുങ്ങളൊരു വീട്ടിൽ മാത്രമാണ് ജഗന്നാഥൻ്റെ. അമ്മയും 3 എന്താ പറയുക വലുപ്പമുള്ള മക്കളും. ഈ പ്രായപൂർത്തിയായ 3 മക്കളും ഒരു അമ്മയും. ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഐറ്റങ്ങളത്. അതിന് ഇതുപോലെ ഒരാൾ അവർക്കും കൂടെ നിന്നിരുന്നെങ്കിൽ, എനിക്ക് കൂടെ നിൽക്കണമെന്നുണ്ട്. ഞാൻ പരമാവധി ശ്രമിച്ചിരുന്നു. എൻ്റെ ഭാഗ്യക്കേടുകൊണ്ട് അത് അല്ലാന്നുണ്ടെങ്കിൽ ഓർക്ക് ഓരോ കാര്യത്തിൽ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു എന്തെന്നുള്ള ഭാവിയിൽ എപ്പോഴും ഞാൻ പറയട്ടെ.